17കാരൻ, കൗമാരത്തിന്റെ ആശ്ചര്യങ്ങളിൽ അഭിരമിച്ച് നടക്കേണ്ടിയിരുന്നവൻ, കൂൾ ബ്രോ പറഞ്ഞ് കൂളായി ആഹ്ലാദത്തിൽ അമരേണ്ടിയിരുന്ന ന്യൂ ജനറേഷൻ സെക്കൻ, എല്ലാവരോടും സ്നേഹം തോന്നുന്ന പ്രായം, സ്നേഹത്തോട് ചേർത്ത് പിടിക്കണമെന്ന് നാം ആശിക്കുന്ന ആ കുഞ്ഞുമോന്റെ ദേഹത്തേക്ക് നായ്ക്കളെ അയച്ചു വിട്ടു. തനിക്ക് നേരെ കുതിച്ചു വരുന്ന ഭീകര നായ്ക്കളെ കണ്ട് അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവണം. ശരീരത്തില് വൈദ്യുതി തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ അവന് ഭയങ്കരമായി നൊന്നിട്ടുണ്ടാവണം. ഇത് ഏതെങ്കിലും ഹോളിവുഡ് മൂവിയിൽ നിന്നുള്ള ഒരു രംഗമല്ല. ഇസ്രായേൽ തടവറകളിൽ നടക്കുന്ന ലോകം അറിയാത്തതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നതോ ആയ അനേകായിരം ക്രൂര പീഡനങ്ങളിൽ ഒന്ന് മാത്രം. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ സിൽവാദ് പട്ടണത്തിൽ നിന്നുള്ള വാലിദ് ഖാലിദ് അഹമ്മദ് എന്ന 17കാരനാണ് ഇസ്രായേലിലെ മെഗിദ്ദോ ജയിലിൽ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടത്. വാലിദിന്റെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് അവരൊരു വിശദാംശവും പുറത്തുവിട്ടിട്ടില്ല. ഒന്ന് മാത്രം കൃത്യമായി അറിയാം: നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ചും ഷോക്കടിപ്പിച്ചും അതിലേറെ ക്രൂരമായ മർദ്ദന മുറകൾക്കിരയാക്കിയാണ് ആ പാവം 17കാരനെ നിശ്ചയാർത്ഥ്യം ഇല്ലാതാക്കിയത്. 2023 ഒക്ടോബറിൽ ഗസക്കെതിരായ വംശഹത്യാ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെടുന്ന 63ാമത്തെ ഫലസ്തീൻകാരനാണ് അഹമ്മദ്. ഇവരിൽ 40 പേരെങ്കിലും ഗസയിൽ നിന്നുള്ളവരാണ്. 2024 സെപ്റ്റംബർ 30 അഹമ്മദിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 1967 ശേഷമുള്ള തടവുകാരുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഘട്ടമാണിത്. വാലിദിന്റെ രക്തസാക്ഷിത്വത്തോടെ 1967 മുതൽ രക്തസാക്ഷികളായ തടവുകാരുടെ എണ്ണം 300 ഇതിനു പുറമെ ഗസയിൽ നിന്ന് ഡസൻ കണക്കിന് തടവുകാരെ കാണാതായിട്ടുമുണ്ട്. തീരുന്നില്ല. അധിനിവേശകർ തടഞ്ഞു വെച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം 72. മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് പേർ ഇസ്രായേൽ ജയിലുകളിൽ തുടരുന്നുണ്ട്. ഗസ യുദ്ധ സമയത്ത് തടവുകാരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള വാദം കേൾക്കുന്നതിനിടെ മാർച്ചിന് തുടക്കത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സ്വതന്ത്ര മനുഷ്യാവകാശ അന്വേഷകരോട് തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഫലസ്തീനുകൾ വെളിപ്പെടുത്തിയിരുന്നു. ജനനേന്ദ്രിയത്തിൽ ഇടിച്ചതുൾപ്പെടെ അതിക്രൂര പീഡനങ്ങളാണ് അവർ വിവരിച്ചത്. നഗ്നരായി ദിവസങ്ങളോളം തടങ്കലിൽ വെച്ചതും പട്ടിണിക്കിട്ടതും അവർ ചൂണ്ടിക്കാട്ടി. വാട്ടർ പോഡിങ്, ഉറക്കം നശിപ്പിക്കല്, വൈദ്യുതാഘാതം, മറ്റ് പീഡനങ്ങൾ, മോശം പെരുമാറ്റം തുടങ്ങി ക്രൂര പീഡനങ്ങളുടെ ഒരു വലിയ നിര തന്നെ പറയാനുണ്ടായിരുന്നു ആ നിസ്സഹരായ മനുഷ്യർക്ക്. ജൂൺ അവസാനത്തോടെ ഇസ്രായേലിന്റെ ജയിൽ സർവീസ് 9400-ലധികം സുരക്ഷാ തടവുകാരെ തടവിലാക്കിയിട്ടുണ്ട്. നിയമപരമായ അവകാശങ്ങൾ നിഷേധിച്ചും അഭിഭാഷകരെ സമീപിക്കാൻ അനുവദിക്കാതെയും നിരവധി പേരെ രഹസ്യമായി തടവിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സൈനികർ ഫലസ്തീൻ തടവുകാരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വാർത്തകളും ഒരുപാട് പുറത്തു വന്നിരുന്നു. 2000 മുതൽ ഇസ്രായേൽ തടവിലെടുത്തവരിൽ 12,000-ലധികം ഫലസ്തീൻ കുട്ടികൾ തന്നെയുണ്ട്. ഇസ്രായേൽ ജയിലുകളിലെ ഫലസ്തീൻ തടവുകാരുടെ എണ്ണം 2025 മാർച്ച് ആദ്യത്തിൽ 9,500 കവിഞ്ഞു. നിലവിൽ 350-ലധികം കുട്ടികളും 21 സ്ത്രീ തടവുകാരും ആ തടവറയിൽ ജീവിക്കുന്നു.